സഹകാരി റൈസ് പ്ലസിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡിസ്റ്റൻസ് എന്നും എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നുമാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി, ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇവയിൽ രണ്ടിലും പൊതുവായി എന്തൊക്കെ നമുക്ക് കാണാനും സാധിക്കും, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി, മലയാളത്തിൽ എന്താ പറയുക, വേഗം അല്ലെങ്കിൽ വേഗത, വെലോസിറ്റി എന്ന് വെച്ചാലോ പ്രവേഗം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സ്പീഡ് എന്ന് നോക്കാം അല്ലേ. എന്താണ് സ്പീഡ് എന്ന് വെച്ചാൽ സ്പീഡ് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. നമ്മൾ എന്താണ് ഈ പറയുന്ന പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ, ആ ഒരു വാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. ഏതിലാ ഡിസ്റ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു വസ്തു സഞ്ചരിക്കുന്ന അതിൻ്റെ പാതയുടെ നീളം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിസ്റ്റൻസ് എന്ന് വിളിച്ചത്. അതിന് പൊസിഷനിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് ചേഞ്ച്, അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, ആ ഒരു നേർരേഖ ദൂരം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, സ്പീഡ് എന്താണ്, വേഗത എന്താണ് അല്ലെങ്കിൽ വേഗം എന്താണ്. അപ്പോൾ സ്പീഡ് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. പൊസിഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച്, പൊസിഷൻ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്പീഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്പീഡ് എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം, ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. ഈ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ആ റേറ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ എന്ന് വെച്ചാൽ ആ പൊസിഷൻ എത്രയാണോ ഇരിക്കുന്നത് അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച അതിൻ്റെ ദൂരം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്പീഡ് എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, കണ്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്പീഡ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരം. അതെങ്ങനെയാണ് കിട്ടുക, മൊത്തത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അതിന് എത്ര സമയമെടുത്തു, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് സമയത്തുള്ളത് കിട്ടത്തില്ലേ. എന്താ ഈ യൂണിറ്റ് സമയം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ്. യൂണിറ്റ് സമയം എന്ന് വെച്ചാൽ എന്താ, ഒരു സെക്കൻഡ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു വസ്തു 300 മീറ്റർ സഞ്ചരിച്ചു. ഒരു വസ്തു 300 മീറ്റർ സഞ്ചരിച്ചു. ഈ 300 മീറ്റർ സഞ്ചരിക്കാനായിട്ട് അതെടുത്ത സമയം 30 സെക്കൻഡാണ്. എത്ര സെക്കൻഡ് എടുത്തേ, 30 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 300 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു, 30 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും, 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ, 10 മീറ്റർ ആണ് ഒരു സെക്കൻഡ്. അതല്ലേ ഇതിൻ്റെ അർത്ഥം, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ, ഒരു സെക്കൻഡിൽ 10 മീറ്റർ, ഒരു സെക്കൻഡിൽ 10 മീറ്റർ. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ വസ്തു സഞ്ചരിച്ചതിൻ്റെ ദൂരമാണ് വേഗത എന്ന് പറയുന്നത്. അതിന് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞതാണ് ആദ്യത്തെ സെൻറ്റൻസ്, ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഉണ്ടാകുന്ന ടൈം റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ. അപ്പോൾ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക, എത്ര ദൂരം സഞ്ചരിച്ചു അതിന് സമയം കൊണ്ട് ഭാഗിക്കുക. നമ്മൾ മാത്സിനകത്തുമൊക്കെ പഠിക്കുന്നില്ലേ, അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നോക്കി വെച്ച് എന്താണ് യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, മീറ്റർ ആണെന്ന്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചത് എന്താ, മീറ്റർ. ടൈമിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ നമുക്ക് ഇതുപോലെ എഴുതിക്കൂടെ, ഈ മീറ്റർ നമ്മൾ എഴുതുന്നു, സെക്കൻഡിനെയും കൂടി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയാൽ അതെങ്ങനെ എഴുതാം, S⁻⁻1 അല്ലേ. നിങ്ങൾ മാത്സിൽ കൃത്യങ്ങളിൽ പഠിക്കുന്നില്ലേ. അപ്പോൾ താഴെയുള്ള ഒരു സംഖ്യ ഡിവിഷനായിട്ട് കിടക്കുന്ന ഒരു സംഖ്യ നമ്മൾ മുകളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു, R⁻⁻ ആയിട്ട് എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ S ആയിരുന്നു, S മുകളിലേക്ക് പോയപ്പോൾ എന്തായി, S⁻⁻1 എന്നായി മാറി. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബാറിട്ട് എഴുതാം. അതുപോലെ തന്നെ MS⁻1 എന്നും എഴുതാം, MS⁻1 എന്ന് എഴുതാം. ക്ലിയർ ആണോ. ഇനി ഇതിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ആണ്. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ആണ്. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ആണ്. അപ്പോൾ ഡയമെൻഷൻ ഇക്വേഷൻ എഴുതുന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചു, L ആണ്. ടൈമിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ടി കൊണ്ടാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് L/T. ഇനി ഈ L നമ്മൾ എഴുതുന്നു, ടിയും കൂടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു, T⁻² എന്താകും, -1 ആയിട്ട് മാറും. T⁻² എന്തായിട്ട് മാറും, -1 ആയിട്ട് മാറും. ക്ലിയർ ആണോ. ഇതെങ്ങനെ എഴുതിയത്, ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ എന്താണ്, L ആണ്. ടൈമിന്റെ ഡയമെൻഷൻ എന്താ,
ടി ആണ്. അപ്പോൾ ഈ ടി എൽ ബൈ ടി എന്ന് എഴുതാം. ആ ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് കൊണ്ടുപോകും അല്ലേ. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടി എന്തായി മാറും, ടി റൈസ് ടു -1 ആയിട്ട് മാറും. അപ്പം ടോട്ടൽ എൽ ടി റൈസ് ടു -1, എൽ ടി റൈസ് ടു -1. ഇവിടെ എം ഉണ്ടോ, ഇല്ല. നമ്മൾ പറഞ്ഞായിരുന്നു എമ്മും എല്ലും ടിയുമാണ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, ഡയമെൻഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ ഉപയോഗിക്കുക. ഇവിടെ എം ഇല്ല. എം ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എം ഇല്ല, എം 0, എൽ ഉണ്ട് 1, ടി റൈസ് ടു -1. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എഴുതാം. അപ്പോൾ പരീക്ഷയ്ക്ക് ഏത് ഫോർമാറ്റാണ് തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, രണ്ടും നോക്കി വെച്ചേക്കുക. M0 L1 T-1. ഇപ്പോൾ 1 ആണ് കിടക്കുന്നതെങ്കിൽ അവിടെ 1 എഴുതണമെന്നില്ല, വെറുതെ L എഴുതിയാലും ഓക്കെയാണ്. അപ്പോൾ M0 L T-1 ഇങ്ങനെ എഴുതാം. പക്ഷേ M0 എന്നുള്ളത് 0 തന്നെ എഴുതണം, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളവിടെ എഴുതാനായിട്ട് പോകരുത്. ഓക്കെ, ക്ലിയർ ആണേ. അപ്പോൾ എന്താണ് സ്പീഡ് എന്നുള്ളത് മനസ്സിലായാലോ. ഇനി അടുത്ത് നമുക്ക് എന്താണ് നോക്കേണ്ടത്, ആവറേജ് സ്പീഡ് എന്താണ് നോക്കാം. ഈ ഒരു ടൈം നോക്കാം. ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ് ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. ഒരു വസ്തു ട്രാവൽ ചെയ്ത അതിൻ്റെ ആകെ ദൂരം, ആ പറയുന്ന ആ ദൂരം ട്രാവൽ ചെയ്യാനായിട്ട് അത് എത്ര ടൈം എടുത്തു, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ അത് എത്ര സമയമെടുത്തു, ഇത് രണ്ടും കൂടെ ഉള്ള റേഷ്യോ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ആവറേജ് സ്പീഡ് കിട്ടും, ശരാശരി വേഗത. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ട്രാവൽഡ്. ഒരു വസ്തു സഞ്ചരിച്ച അതിൻ്റെ ആകെ ദൂരം ബൈ എന്താണ്, പിന്നെ അതിനെ കൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ റേഷ്യോ ആയിട്ട് പറയുമ്പോൾ എങ്ങനെ എഴുതുക, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു, അല്ലേ, റേഷ്യോ നമ്മൾ 2 അല്ലേ എഴുതുക, ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. റേഷ്യോ ആയതുകൊണ്ടാണ് നമ്മൾ 2 ചേർത്തത്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ് ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെച്ചേ കേട്ടോ. ഇനി അടുത്തെന്താണ്, വെലോസിറ്റി. നമ്മൾ പറഞ്ഞ ടൈം അല്ലേ, എന്താണിത്, വെലോസിറ്റി. മലയാളം എന്താ, പ്രവേഗം. മലയാളം എന്താണ്, പ്രവേഗം. അപ്പോൾ വെലോസിറ്റി ഈസ് ദി ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താന്ന് വിളിച്ചത്, സ്പീഡ് എന്ന് വിളിച്ചത് അല്ലേ. ഡിസ്റ്റൻസിന്റെ ടൈം റേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പീഡ്. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈം റേറ്റ്. അപ്പോൾ വെലോസിറ്റി ഈസ് ദി ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഏത് എഴുതുക, സ്പീഡ് എഴുതും. ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ ഏത് എഴുതും, വെലോസിറ്റി എഴുതും. അപ്പോൾ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ. കണ്ടോ, ഇതും ഡിസ്റ്റൻസ്, ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ എന്തുണ്ട്, ഒരു സ്പെസിഫൈഡ് ഡയറക്ഷൻ ഉണ്ട്. ഏതിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു, ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഇല്ലായിരുന്നു. ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിൽ ഒരു വസ്തു ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഒരു സ്പെസിഫൈഡ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു നിശ്ചിത ഡയറക്ഷൻ കൂടി ഉണ്ട് എങ്കിൽ അതെന്തായി മാറും, വെലോസിറ്റി എന്നായി മാറും. കണ്ടോ, വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നോക്കി, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഏതാ പറയുക, സ്പീഡാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ സ്പീഡാണ്. ഇവിടുത്തെ എന്താ വ്യത്യാസം എന്താ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ, ഒരു നിശ്ചിത ഡയറക്ഷനിൽ എന്നുകൂടി പറയുന്നെങ്കിൽ അതെന്താണ്, വെലോസിറ്റി. ഈ നിശ്ചിത ഡയറക്ഷനിൽ ഉണ്ടാവുന്നതാകുമ്പോഴത്തേക്ക് ഏതാ വരിക, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ എന്താ കിട്ടുക, വെലോസിറ്റി കിട്ടും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സ്പീഡ് കിട്ടും. ക്ലിയർ ആണോ? ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ഏതാണ്, മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് ഏതാ, സെക്കൻഡ്. അതുകൊണ്ട് നമുക്ക് പറയാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിന്റെയും യൂണിറ്റ്, ഈ പറയുന്ന വെലോസിറ്റിയുടെയും യൂണിറ്റ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, m(s)(-1) എന്ന് എഴുതാൻ പറ്റത്തില്ലേ, m(s)(-1). ഇനി ഡയമെൻഷൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ഏതാ, ലെങ്ത് അല്ലേ, L അല്ലേ, ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ ഏതാ, T. ടിയെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ L എവിടെ ഉണ്ട്, T⁻⁻1. ഇവിടെ Lന് വേണമെങ്കിൽ 1 കൊടുക്കാം. M ഇല്ല, അതുകൊണ്ട് M0, L ഉണ്ട് L1, T ഉണ്ട് -1.
അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും എന്താണ് എൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ടൈമിൻ്റെ ഡയമെൻഷൻ ഏതാ, ടി ആണ്. അപ്പോൾ ടിയെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ T⁻⁻1 എന്നാകും. അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാസിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ എം എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. എൽ ഒരു തവണയായതുകൊണ്ട് L⁻1, ടി എന്ന് പറയുന്ന T⁻⁻1 ആണ്. അപ്പോൾ ഈ പറയുന്ന വെലോസിറ്റിയുടെയും സ്പീഡിൻ്റെയും ഡയമെൻഷൻ ഇക്വേഷൻ സെയിം ആണ്. ഓക്കെ, രണ്ടിൻ്റെയും യൂണിറ്റും എങ്ങനെയാണ്, സെയിം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവയുടെ രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആണ്. അതുപോലെ തന്നെ ഡയമെൻഷൻ ഇക്വേഷനും സെയിം ആണ്. ക്ലിയർ ആണേ? അപ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് എന്താണ് സ്പീഡ് എന്നും ക്ലിയർ ആയല്ലോ. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്പീഡ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, ബട്ട് വെലോസിറ്റി ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്. ഇവിടെ ഈ പൊസിഷൻ എന്നുള്ളതിന് പകരം എന്തെന്നും തരാം, ഡിസ്റ്റൻസ് ഒന്ന് തരാം കേട്ടോ. ഇതിന് പകരം എന്തെന്ന് തരാം, ഡിസ്റ്റൻസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പൊസിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, ഡിസ്റ്റൻസ്, ഒരു പാതയുടെ നീളം അല്ലേ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, ബട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത് നോക്കാം. ബോത്ത് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഹാവ്, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സെയിം യൂണിറ്റും സെയിം ഡയമെൻഷനുമാണ് അല്ലേ. ഡയമെൻഷൻ ഇക്വേഷനും യൂണിറ്റും ഒക്കെ ഏതിനൊക്കെ, സ്പീഡിനും വെലോസിറ്റിക്കും ഈക്വൽ തന്നെയാണ്. ഇനി സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി വൈൽ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? സ്പീഡിന് എന്താ, സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക, സ്പീഡ് കിട്ടുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡും എന്ത് തന്നെയായിരിക്കും, ആ സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചില്ലേ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യുമ്പോൾ കിട്ടുന്ന വെലോസിറ്റിയും എന്ത് ക്വാണ്ടിറ്റിയാണ്, അതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആണോ? താഴെ തന്നിരിക്കുന്നതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഉദാഹരണം ഏതാണ്, അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി ഉദാഹരണം ഏതാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ബട്ട് സ്പീഡ് ക്യാൻ ഓൺലി ബി പോസിറ്റീവ്. ഇതും നമ്മൾ അവിടെ പറഞ്ഞതാണ്, പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കാര്യം അല്ലേ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. എന്തുകൊണ്ടാണ് വെലോസിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത്? വെലോസിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആണെന്ന് പഠിച്ചില്ലേ നമ്മൾ. ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവുന്ന സമയത്ത് വെലോസിറ്റിയും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവുന്ന സമയത്ത് വെലോസിറ്റിയും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവോ നെഗറ്റീവോ ആകാം. എന്നാൽ സ്പീഡ് ആണെങ്കിലോ പോസിറ്റീവേ ആവത്തുള്ളൂ. കാരണം എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ സ്പീഡ്. ആ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ്. അപ്പോൾ ആ പോസിറ്റീവ് ആയ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡും എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് തന്നെ ആയിരിക്കും. അത് ഓർത്ത് വെച്ചേ കേട്ടോ. ഇനി ഇതുപോലെ ഒരു പോയിന്റ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. കണ്ടോ, അവിടെ നമ്മൾ എന്താ പഠിച്ചത്, ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചു അല്ലെ. അവിടെ എങ്ങനെയല്ലേ പഠിച്ചത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് തുല്യമോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലോ ആകാം. അതുപോലെ തന്നെയാണ് ഈ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ് ആര്, ഡിസ്റ്റൻസ്. സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആള് ഡിസ്റ്റൻസ്. വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാരാ, ഡിസ്പ്ലേസ്മെന്റ്. അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവാം, ഇവിടെ സ്പീഡും വെലോസിറ്റിയും എന്താകാം, ഈക്വൽ ആകാം. അവിടെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ എന്ന് പറഞ്ഞു. ഇവിടെ എന്തായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും ഏതിനേക്കാൾ, വെലോസിറ്റിയേക്കാൾ. അപ്പോൾ നോക്കിയേ, സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. ക്ലിയർ അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരും കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, നോക്കിക്കൊള്ളുക. അപ്പോൾ എന്താണ് സ്പീഡ് എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ
ഈ പറയുന്ന തമ്മിലുള്ള കമ്പാരിസൺ, സ്പീഡും വെലോസിറ്റിയും തമ്മിൽ എന്ത് ചെയ്തു, നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം? അപ്പോൾ സ്പീഡുമായിട്ടും വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, യൂണിറ്റ് ഓഫ് സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? വേഗതയുടെ യൂണിറ്റ് ഏതാണ് വേഗതയുടെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാ? മീറ്റർ പെർ സെക്കൻഡ്. അത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ms/-1 എന്നിവിടെ എഴുതി കൂടെ? നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നേ. അപ്പോൾ കിലോമീറ്റർ പെർ അവറിൽ സ്പീഡ് അളക്കില്ലേ എന്ന് ചോദിച്ചാൽ അളക്കും. എന്നാൽ അതിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഈ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായ ഇക്വേഷൻ ഏതാണെന്ന് നോക്കിയേ. സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശരിയായ ഇക്വേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഏതാ? ഡിസ്റ്റൻസ് ബൈ ട്രാവൽഡ് ബൈ ടൈം ആണോ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണോ? ആക്സലറേഷൻ ബൈ ടൈം ആണോ? വെലോസിറ്റി ബൈ ടൈം ആണോ? ഏതാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലെ? ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്ര ദൂരം സഞ്ചരിക്കുന്നു, അതിന് എത്ര സമയം എടുക്കുന്നു, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? വേഗത, സ്പീഡാണ് കിട്ടുക. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി യൂണിറ്റ് ഓഫ് വെലോസിറ്റി? ഈ തന്നിരിക്കുന്നതിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് ഏത് തന്നെയാണ്? സെയിം തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഏതാ? ഓപ്ഷൻ സി, മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡ്. താഴെ തന്നിരിക്കുന്നതിൽ സ്പീഡിന്റെ ഡയമെൻഷണൽ ഇക്വേഷൻ ഏതാണ്? സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അവിടെ ഈ പറയുന്ന എല്ലാ ഓപ്ഷനും കൂടി കാണുമ്പോൾ എന്താ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നും അല്ലേ? t⁻⁻1 ആണോ t⁻1 ആണോ എന്നൊക്കെ സംശയം തോന്നുകയാണെങ്കിൽ ഇക്വേഷനിലേക്ക് പോവുക. എങ്ങനെയാ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ലെങ്ത് അല്ലേ? ലെങ്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ? L/T യും കൂടെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാ വരിക? t⁻1 ആവത്തില്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ഏതാ? L/T⁻1. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലെങ്ത് തന്നെയാണ്. ലെങ്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ L/T⁻1. അപ്പോൾ അത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. അടുത്ത് നോക്കിയേ. ഫൈൻഡ് ദി സ്കെയിലർ ക്വാണ്ടിറ്റി ഫ്രം ദി ബിലോ. ഈ താഴെ തന്നിരിക്കുന്നതിൽ ബിലോ ആണ് കേട്ടോ, ബിലോ. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണെന്ന് തിരിച്ചറിയുക. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞായിരുന്നേ. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താ? അദിശ അളവ്, ദിശയില്ലാത്ത അളവ്. ഓക്കെ, അതിൽ നോക്കിയ സ്പീഡിന് ദിശയുണ്ടോ? ഇല്ല. വെലോസിറ്റി ദിശയുണ്ട് അല്ലേ? വെലോസിറ്റിക്ക് ദിശയുണ്ട്. ഡിസ്പ്ലേസ്മെന്റിന് ദിശയുണ്ട്. ആക്സലറേഷനും എന്തുണ്ട്? ദിശയുണ്ട്. അപ്പോൾ ഇതിൽ ദിശയില്ലാത്ത അളവ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്പീഡാണ്. സ്പീഡിന് എന്തില്ല? ദിശയില്ല. അപ്പോൾ ദിശ ചേർത്ത് പറയാത്ത അളവുകളെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം ഏതാ? ഓപ്ഷൻ എ, സ്പീഡാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി? ഈ താഴെ തന്നിരിക്കുന്നതിൽ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് നോക്കണം. നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏത്? അതിൻ്റെ അർത്ഥം എന്താ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദിശയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ദിശ ഇല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ആക്സലറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി ബൈ ടൈം ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? അതിന് ദിശയുണ്ടാകും. അപ്പോൾ ഇതിന് ദിശയുണ്ട്, ഡിസ്പ്ലേസ്മെന്റിന് ദിശയുണ്ട്, പിന്നെ വെലോസിറ്റിക്കും ദിശയുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൂന്നിനും ദിശയുണ്ട്. അപ്പോൾ ദിശയില്ലാത്തത് ഏതാ? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആണ് ഈ തന്നിരിക്കുന്നതിൽ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത്. അടുത്ത നോക്കിയേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി? ഇതിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് ചോദ്യം. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി? അപ്പോൾ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി നോക്കാം. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ. വെലോസിറ്റിക്ക് എന്തുണ്ട്? ദിശയുണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. സ്പീഡിന് എന്തില്ല? ദിശയില്ല. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതോ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ രണ്ടെണ്ണം വന്നു. അപ്പോൾ ഓപ്ഷൻ ഡി നോക്കുക. ബോത്ത് എ ആൻഡ് സി. എയും സിയും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ? ബോത്ത് എ ആൻഡ് സി. എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും വെക്റ്റർ ക്വാണ്ടിറ്റി എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാ? വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിന് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിന് വിളിക്കുന്ന പേര് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനാണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും അത്? വെലോസിറ്റി. എന്നാൽ ഡിസ്റ്റൻസ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഉത്തരം ഏതായേനെ? സ്പീഡ് ആയേനെ.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, ഫൈൻഡ് ദി റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡിനെ കുറിച്ചും വെലോസിറ്റിയെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്ത് കണ്ടെത്തണം? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ? റോങ്, കറക്റ്റ് അല്ല, റോങ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, സ്പീഡ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ബട്ട് വെലോസിറ്റി ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? പൊസിഷൻ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്പീഡ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റിന് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബോത്ത് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഹാവ് ദി സെയിം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ യൂണിറ്റും ഡയമെൻഷനുമാണ്. ശരിയല്ലേ? ശരിയാണ്, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്പീഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതതിൻ്റെ അർത്ഥം സ്പീഡിന് ഡയറക്ഷൻ ഉണ്ട്. തെറ്റല്ലേ? വെലോസിറ്റിക്ക് അല്ലേ ഡയറക്ഷൻ ഉള്ളത്? അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബട്ട് സ്പീഡ് ക്യാൻ ഓൺലി ബി നെഗറ്റീവ്. വെലോസിറ്റിക്ക് പോസിറ്റീവും നെഗറ്റീവുമാകാം. വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവുമാകാം. എന്നാൽ സ്പീഡ് ക്യാൻ ഓൺലി ബി നെഗറ്റീവ്. സ്പീഡ് എന്ന് പറയുന്നത് ഓൺലി ബി നെഗറ്റീവ്, നെഗറ്റീവേ ആകൂ. തെറ്റല്ലേ? സ്പീഡ് എന്ന് പറയുന്നത് പോസിറ്റീവേ ആകൂ. അപ്പോൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റ്? 3ഉം 4ഉം തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ബോത്ത് 3 and 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ്സ് 3ഉം 4ഉമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ യൂണിറ്റുകൾ, ഇക്വേഷൻസ് ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത സ്പീഡ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് വരാവുന്ന ആ ചെറിയ കുറച്ച് കണക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ പറയുന്ന എല്ലാ പ്രോബ്ലംസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി ഇതുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.